ഇതാണ് ഗാക്ക് ഫ്രൂട്ട്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 40 ഇരട്ടി വൈറ്റമിൻസ് ഉണ്ട് ഇതിന്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി ലൈക്കോഫിനും, ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ബീറ്റാ കരോട്ടിനും ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരു 6 മാസം കൊണ്ട് കായായി തുടങ്ങും. മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നുള്ള വളർച്ചയാണ് ഇതിന്. ഇത് ആണും പെണ്ണും ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും രണ്ടും വെച്ചിട്ട് കാര്യമില്ല. ആൺചെടീൻ്റെ പൂവ് പെൺചെടിയിൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ. ഒരു 3.5-4 മാസം പ്രായമുള്ളതാണ്. ഒരു തൈ 200 രൂപക്കാണ്. കിലോയ്ക്ക് 1500 രൂപ വില വരുന്നത് ഗാക്ക് ഫ്രൂട്ട് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലെ ഖനി എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഒരുപാട് ഗുണങ്ങളുള്ളൊരു പഴമാണ്. അതായത് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെറിയൊരു സ്വർഗത്തിൽ തന്നെയാണ്. നമ്മുടെ അരൂക്കുറ്റിയിലാണ് കേട്ടോ. അരൂക്കുറ്റിയിൽ നമ്മുടെ വടുതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ യൂസഫിക്കാടെ വീട്ടിലാണ്. ഇവിടെ ഇഷ്ടം പോലെ കണ്ടില്ലേ, ഇങ്ങനെ പടർന്ന് പന്തളിച്ച് ഇങ്ങനെ ഇഷ്ടം പോലെ പിടിച്ചു കിടക്കുകയാണത്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ട് തന്നെ മനസ്സിലാക്കാം. നേരെ പോകാം വീട്ടിലേക്ക്. ഇതാണ് ഗാക്ക് ഫ്രൂട്ട്. ഇതിപ്പോൾ നല്ല പഴുത്ത പഴമാണ്. ഇതാദ്യം ഗ്രീൻ കളറും പിന്നീട് യെല്ലോ കളറും പിന്നീട് ഓറഞ്ച് കളറും പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് റെഡ് കളർ. റെഡ് കളർ അല്ലേ? അതെ അതെ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അതെ, നമുക്ക് കട്ട് ചെയ്യാം. ഇത് ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭായി ശരിക്കും പറഞ്ഞാൽ? ഇത് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 40 ഇരട്ടി വൈറ്റമിൻസ് ഉണ്ട് ഇതിന്. ഓക്കെ. അതുപോലെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി ലൈക്കോഫിനും, ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ബീറ്റാ കരോട്ടിനും ഇതിലടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു കുരുവാണ് ഇതിൻ്റെ സീഡ് ഓയിലുണ്ട്. ഇതിൻ്റെ വിത്തിൻ്റെ ഓയിൽ ഇതിന് മാർക്കറ്റിൽ 20,000-ഓളം വിലയുണ്ട്. അതായത് സീഡ് ഓയിലാക്കി നമ്മൾ കൊടുക്കണം 20,000 രൂപയോളം വിലയുണ്ട്. അതെ അതെ. അതായത് ഇതിന് പഴത്തിന് തന്നെ ഏകദേശം 1000-1500 രൂപ വിലയുണ്ട്. ഇനി അതിൻ്റെ സീഡാക്കി നമ്മൾ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 10-20,000 രൂപ നമുക്ക് കിട്ടും. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കും. ഇത് ജ്യൂസ് അടിക്കാം, ഷെയ്ക്ക് അടിക്കാം. ഈ പൾപ്പുണ്ടല്ലോ, ഈ സീഡിലടങ്ങിയിരിക്കുന്ന പൾപ്പും പിന്നെ ഇത് കുറച്ച് ഒരു 70% ഈ പഴം ഉള്ളിൽ നിന്ന് എടുക്കാം. ഓക്കെ. ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിന്. ഇനി ഗുണങ്ങളാണുള്ളത്. രുചിയില്ല ഇതിന്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മറ്റ് ഫ്രൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഗുണവും ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ എത്ര നാളായി നമുക്ക് ഇവിടെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ 1 വർഷമായി. 1 വർഷമായി? അതെ അതെ. 1 വർഷം കൊണ്ടുള്ള റിസൾട്ടാണ് കണ്ടത്. ഇഷ്ടംപോലെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കണം, മുന്തിരി വള്ളികൾ കിടക്കുന്നത് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് നമുക്ക് എത്ര പ്ലാന്റ്സ് വെച്ചിട്ടാണെന്നെങ്കിൽ ഈ ഒരു രീതിയിൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്? ഇവിടെ 5 പ്ലാന്റ് ഉണ്ട്. 5ഓളം പ്ലാന്റ്സ്. 1, 2, 3, 4, 5 മൊത്തം 5ഓളം പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും 5 പ്ലാന്റ് എങ്കിലും മിനിമം വെക്കണം അല്ലേ? അതെ അതെ. ഇത് ആണും പെണ്ണും ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും രണ്ടും വെച്ചിട്ട് കാര്യമില്ല. അതായത് പ്ലാന്റ്സിനകത്ത് ആണും പെണ്ണും ഉണ്ട്. അതെ അതെ. ഇപ്പൊ ആൺചെടിയിൽ ആൺപൂവായിരിക്കും പിടിക്കുക അല്ലേ? അതെ അതെ. പെൺചെടിയിൽ പെൺപൂവും. ഓക്കെ. അപ്പോൾ ഇത് ആൺചെടീൻ്റെ പൂവ് പെൺചെടിയിൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ. എന്നാലേ കായ ഉണ്ടാവുള്ളൂ. എത്ര നാളെടുക്കും നമുക്കിത് ഒന്ന് കായ്ച്ച് തുടങ്ങാനായിട്ട്? നമുക്കിത് ഒരു 6 മാസം കൊണ്ട് കായായി തുടങ്ങും. സാധാരണ ഇതിൽ 6 മാസം കൊണ്ട് നമുക്ക് ആകുന്നുണ്ട്. അതെ അതെ. വിത്ത് മുളക്കാനായിട്ടൊരു 3 മാസത്തെ ടൈം എടുക്കും. 3 മാസത്തോളം ഇച്ചിരി സമയം എടുക്കും. ഓക്കെ. മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നുള്ള വളർച്ചയാണ് ഇതിന്. അതായത് ജസ്റ്റ് ഒന്ന് വിത്തായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠനം വന്നളിച്ച് ഇങ്ങനെ തന്നെ ആയി മാറും അല്ലേ? എല്ലാം സ്പീഡായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഗാക്ക് ഫ്രൂട്ടിന്റെ ശരിക്കും തൈകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ എത്ര പ്രായമുള്ളതാണ്? എത്ര? ഇത് 3.5-4 മാസം പ്രായമുള്ളതാണ്. 3.5-4 മാസമുള്ള തൈകളാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ഇതിപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കല്ലേ ഇത്? അതെ അതെ. എങ്ങനെ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത്? ഒരു തൈ 200 രൂപക്കാണ്. 200 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഡെലിവറി ചാർജ് പ്ലസ് ഡെലിവറി ചാർജ്. നമുക്ക് എവിടെയൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും? ഓൾ കേരള അയച്ചു കൊടുക്കാൻ. ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ ഇതല്ലാതെ പിന്നെ നമുക്ക് ഇതിന്റെ വിത്തില്ലായിരുന്നു? അതിന്റെ വിത്തുകളുണ്ട്. ഓക്കെ. വിത്ത് 10 വിത്ത് 300 രൂപക്കാണ്. 10 വിത്ത് 300 രൂപയാണല്ലേ? കൊറിയർ അയച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതെന്താ 2 കളർ? ഇത് നമ്മൾ കേട് വരാതിരിക്കാൻ വേണ്ടി സാഫിൽ മുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം. 10 വിത്തിന് 300 രൂപ. 300 രൂപ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഒരു നല്ലൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നിൽപ്പാണ് കണ്ടിട്ട്. ഇതിപ്പം എത്ര വിളവെടുപ്പ് കഴിഞ്ഞു പോയി? ഇപ്പൊ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. 1 വർഷമായിട്ടുള്ള വെച്ചിട്ട്. ഓക്കെ ഓക്കെ. ഇത് കൂടാതെ ഇതിന്റെയും തൈകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ചാർജ് വരുന്നത്? ഇത് ഒരു തൈ 100 രൂപക്ക്. ഒരു തൈ 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതും കൊറിയർ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലായിടത്തും. ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പ്ലസ് കൊറിയർ ചാർജും കൂടെ വരും.
അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക.